ഹലോ, ആരാണ്? അറിയത്തില്ലേ? പിന്നെ കുറച്ച് ഡാൻസ് കാണും, എന്തിനാണെന്നൊന്നും അറിയത്തില്ല. പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്. ഹലോ കുക്കോസ്, അപ്പോൾ ഞാൻ കുറേ ദിവസമായിട്ട് വിചാരിക്കുമായിരുന്നു ഒരു ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന്. പിന്നെ 2-3 പേര് ഇങ്ങനെ മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു, ഡേ ഇൻ മൈ ലൈഫ് വേണം, പിന്നെ വാട്ട് ഈറ്റിൻ എ ഡേ വേണമെന്നൊക്കെ. അപ്പം ഡേ ഇൻ മൈ ലൈഫ് എടുക്കണമെന്ന് ഞാൻ വിചാരിച്ചു, പക്ഷേ അതങ്ങോട്ട് നടന്നില്ല. എല്ലാ ദിവസവും ഞാൻ ചില ദിവസമൊക്കെ ഞാൻ വീഡിയോസ് എടുത്ത് വയ്ക്കും, പക്ഷേ അപ്ലോഡ് ചെയ്യാൻ പറ്റത്തില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് നിങ്ങൾക്ക് അവസാനം മനസ്സിലാവും. അത് നിങ്ങളായിട്ട് തന്നെ എന്നോട് പറഞ്ഞോളും വേണമെങ്കിൽ. അപ്പോൾ നമുക്ക് ഇന്ന് എന്തായാലും ഒരു കംപ്ലീറ്റ് ഡേ ഇൻ മൈ ലൈഫ് എടുക്കാമെന്ന് വിചാരിച്ചു. ഇതെന്തായാലും നിങ്ങൾ കാണുന്ന കുറേ ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ വീഡിയോയിലോട്ട് പോവാം. ആദ്യം നമുക്ക് ബാൽക്കണിയിലോട്ട് പോവാം. കാരണം നല്ലൊരു വ്യൂ ആണ് അവിടെ നമുക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. നമുക്ക് വേണ്ടിയല്ല, നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ, തുറന്നിട്ട് പറയാം. ഓക്കെ, തുറക്കുന്നു. യെസ്, ഞാൻ ഇറങ്ങി. കണ്ടോ സ്നോ? ഇന്നലെ രാത്രി മുതൽ നല്ല സ്നോ ആയിരുന്നു, ഭയങ്കര നല്ല സ്നോ ആയിരുന്നു, നല്ല തണുപ്പുണ്ടായിരുന്നു. അപ്പം ഇതേ കണ്ട, നല്ല ഫുൾ സ്നോ ആയിട്ട് കവർ ചെയ്ത്. ഇപ്പം ഈ ഇടയായിട്ട് ഞാൻ എല്ലാ ദിവസവും രാവിലേക്ക് ഇറങ്ങി നോക്കുന്നുണ്ട്. കാരണം സ്നോ ഉണ്ടോ ഇല്ലയോ നമ്മൾ അറിയണമല്ലോ. ഒരു സ്ഥലത്ത് ജീവിക്കുന്നതല്ലേ, ഫുൾ ടൈം നമുക്കിങ്ങനെ വീട്ടിനകത്ത് നിൽക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ നമ്മൾ നിൽക്കും. പക്ഷെ നല്ല തണുപ്പുണ്ട് കേട്ടോ. ഈ ഡ്രസ്സിൽ എനിക്ക് നിൽക്കാൻ പറ്റും. അധികം നേരമൊന്നും നിൽക്കാൻ പറ്റത്തില്ല, കുറച്ച് നേരം നിൽക്കാൻ പറ്റും. പിന്നെ കുറച്ച് നേരം നമ്മൾ ഐസിലൊക്കെ കളിച്ചു. ഐസിൽ ഞാൻ ഒറ്റയ്ക്ക് ഇങ്ങനെ കോരി കളിച്ചു, അത്രയേ ഉള്ളൂ. പിന്നെ കുറേ നേരം ഇങ്ങനെ ഐസിൽ പിടിച്ചിരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ സ്കിന്നൊക്കെ ഒരുമാതിരി ആകുമ്പോഴത്തേക്ക് ആ തോര അങ്ങ് നിൽക്കും. പിന്നെ നമ്മളങ്ങ് പതുക്കെ അകത്ത് കയറും. കണ്ടോ തലയിലൊക്കെ ഇടുന്നുണ്ട് ആരാണെന്നു. ഓക്കെ, അപ്പോൾ ഇനി നമുക്കിനി ഫ്രഷായേ പറ്റൂ. അങ്ങനെ നമ്മൾ വാഷ്റൂമിൽ കയറിയിരിക്കുകയാണ്. വാഷ്റൂമിൽ കയറി നമ്മുടെ കണ്ണാടി കണ്ടു കഴിഞ്ഞാൽ എല്ലാം മറക്കും. എന്താ ചെയ്യണമെന്ന് പോലും അറിയത്തില്ല. കുറേ നേരം മുടി നോക്കിക്കൊണ്ടിരിക്കും, കുറേ നേരം മുഖം നോക്കിക്കൊണ്ടിരിക്കും. എന്നെപ്പോലെയാണോ എല്ലാവരും ഒന്നും എനിക്കറിയത്തില്ല. പിന്നെ കുറച്ച് ഡാൻസ് കാണും, എന്തിനാണെന്നൊന്നും അറിയത്തില്ല. ഇനിയോ ഉറങ്ങണമെന്നൊക്കെ ഉണ്ട്, നല്ല ഉറക്ക ക്ഷീണമൊക്കെ ഉണ്ട്. പക്ഷേ വിശപ്പിൻ്റെ വിളി അതിനെ അനുവദിക്കുന്നില്ല. കാരണം അമ്മയില്ലല്ലോ, ഉണ്ടാക്കി വെച്ച് തരാനൊന്നും ഇല്ല, നമ്മൾ തന്നെ ഉണ്ടാക്കി കഴിക്കണം. അതുകൊണ്ട് മാത്രമാണ് ഞാനിപ്പോൾ എണീറ്റത്. അപ്പോൾ നമുക്ക് ബ്രഷ് ചെയ്യാൻ പോവാം. പറയാൻ വിട്ട ഒരു കാര്യമുണ്ട്, ഗീവ് അവേ 250 സബ്സ്ക്രൈബേഴ്സ് ആകുമ്പം നമ്മുടെ ചാനലിൽ ഗീവ് അവേ പ്ലാൻ ചെയ്യുന്നുണ്ട്. എല്ലാവരും ഷെയർ ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഫ്രണ്ട്സിനെയൊക്കെ അങ്ങോട്ട് വിളിച്ചോ, കുഴപ്പമില്ല. അപ്പോൾ പറഞ്ഞതൊക്കെ ഓർമ്മ വേണം. അങ്ങനെ നമ്മളിതാ മുഖം കഴുകുകയാണ്. ഈ മുഖം കഴുകിക്കൊണ്ടിരിക്കുമ്പോണ്ടല്ലോ, ഈ കൈയുടെ ഇടയിൽ കൂടെ ഈ വെള്ളം പോകുന്നൊരു സംഭവം ഉണ്ടല്ലോ, എനിക്കത് ഒട്ടും സഹിക്കാൻ പറ്റില്ല. അത് ഭയങ്കര ഇറിറ്റേഷനാണ് എനിക്ക്. അതൊക്കെ കഴിഞ്ഞ് നമ്മൾ മുഖമൊക്കെ കഴുകി ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇങ്ങനെ ക്ലെൻസ് ചെയ്ത് മോയ്സ്ചറൈസറൊക്കെ ചെയ്യുന്നത്. കാരണം നിങ്ങൾക്ക് മനസ്സിലായി, ഇവിടുത്തെ ക്ലൈമറ്റ് അങ്ങനെയാണ്. നമുക്ക് മോയ്സ്ചറൈസർ ഇല്ലാതെ ഒന്നും നിൽക്കാൻ കൂടെ പറ്റത്തില്ല, വീട്ടിനകത്താണെങ്കിൽ കൂടെ. ഓക്കെ, നമ്മളങ്ങനെ ചായ ഇടാൻ പോവുകയാണ്. എനിക്ക് രാവിലെ ചായ എന്ന് പറഞ്ഞാൽ മസ്റ്റാണ്. അതിനി ഞാനാണെങ്കിലും ഉണ്ടാക്കി കുടിച്ചോളും. പിന്നെ മെയിൻ കാര്യം, ഈ ക്യാമറ ഇവിടെ വച്ചിട്ടാണോ എന്ന് അറിയത്തില്ല. ഞാൻ എന്താ ചെയ്യണമെന്ന് എനിക്ക് തന്നെ അറിയത്തില്ല. ഞാൻ കപ്പ് എടുക്കേണ്ട അവിടെ വേറെ എന്തൊക്കെയോ ആണ് എടുക്കുന്നത്. ആദ്യമായിട്ടായതുകൊണ്ടായിരിക്കാം, എനിക്കറിയത്തില്ല. ഇനി അത് ശരിയായിക്കോളും, ഇല്ലേ? ആവണം. അങ്ങനെ നമ്മൾ പാലെടുക്കാൻ പോവുകയാണ്. ഇതാണ് നമ്മുടെ പാൽ, യായുടെ പാലാണ്, യാ. പിന്നെ നമ്മളിങ്ങനെ ചായയൊക്കെ ഇട്ട് ചായ കുടിച്ചാലാണ് ഭയങ്കര റിഫ്രഷ്മെൻ്റാണ്. പിന്നെ ഉറക്കമൊക്കെ അങ്ങോട്ട് പോവും. എനിക്ക് ചായ മസ്റ്റാണ്. ചായ അല്ലെങ്കിൽ കോഫി രാവിലെ എനിക്ക് കുടിച്ചേ പറ്റത്തുള്ളൂ. ചിലർക്ക് അങ്ങനെ ഇഷ്ടമൊന്നുമല്ല. ഇവിടെ എൻ്റെ കൂടെ നിൽക്കുന്നവർക്കൊന്നും ചായ വേണമെന്നൊന്നുമില്ല. അതുകൊണ്ട് എന്താ, ഞാൻ ഒറ്റയ്ക്കിട്ട് കുടിക്കും, നമുക്കത് മതിയല്ലോ. പിന്നെ അതിൻ്റെ ഗ്യാപ്പിൽ ഞാൻ കുറച്ച് വെള്ളമൊക്കെ കുടിച്ച് അങ്ങനെ ഇരിക്കുവാണ്. അപ്പോഴേക്കും ചായ തിളച്ചു. അപ്പോൾ നമ്മുടെ ചായ റെഡി. അങ്ങനെ നമ്മുടെ ചായ എടുത്ത് നമ്മുടെ സ്ഥിരം സ്ഥലത്ത് നിന്നിരുന്നു. അങ്ങനെ റിലാക്സ് ചെയ്ത് ചായ കുടിക്കുന്നതാണ് എനിക്കിഷ്ടം. എനിക്കിങ്ങനെ കിച്ചണിൽ നിന്നിട്ട് തന്നെ ഫുഡൊക്കെ കഴിക്കുന്നത് ഇഷ്ടമല്ല. പിന്നെ ഇതിൻ്റെ കൂടെ തന്നെ കുറേ വർക്കുണ്ട് കോളേജിൽ ചെയ്യാനായിട്ട്. ഇപ്പം നിങ്ങൾ കാണുന്ന എൻ്റെ ബ്രെഡ് ക്രംസ് ആണ്. ഞാൻ ചായയുടെ കൂടെ ചിലപ്പോൾ ബ്രെഡ് ക്രംസ് വിത്ത് മസാല എഗ്ഗൊക്കെ ഇട്ട് കഴിക്കും. ഇപ്പോൾ അതിൻ്റെ കൂടെ കുറേ കോളേജ് വർക്കും ചെയ്യാനുണ്ട്. അങ്ങനെ അതൊക്കെ നടന്നുകൊണ്ടിരുന്നപ്പോഴായിരുന്നു ഒരു കോൾ. ഹലോ, ആരാണ്? അറിയത്തില്ലേ?